20 കാർ അർജന്റോ? നമ്മുടെ സ്റ്റീൽ കമ്പനി വിളിച്ചിട്ടേ കുറച്ച് സ്റ്റീൽ എടുത്തിട്ട് ഉണ്ടാക്കി കൊടുക്ക്. ചേട്ടാ ചേട്ടാ ഇവിടെ അങ്ങനെ അടുത്ത വല്ല വസ്തു വിൽപ്പനയ്ക്കുണ്ടോ? വസ്തുവൊക്കെ ഒത്തിരി ഉണ്ട്. പ്രയോറിറ്റി എന്തുവാ? ടാറ്റയുടെ സർവീസ് സെന്റർ തൊട്ടടുത്ത് വേണം. അതാ നമ്മുടെ പ്രയോറിറ്റി. അതെ, ഞാനും ടാറ്റയൊക്കെ ഒരേ റേഞ്ചാ. എന്നിട്ടെന്ത് ടാറ്റയോട് ഇത്ര സ്നേഹം? സ്നേഹം കൊണ്ടൊന്നും അല്ല ചേട്ടാ. ടാറ്റയുടെ ഞാനൊരു വണ്ടി മേടിച്ചായിരുന്നു. അതിപ്പോൾ എപ്പോഴും സർവീസ് സെൻ്ററില്ല. സർവീസ് സെൻ്ററിൽ പോകാൻ വേണ്ടി ഒരു പുതിയ വണ്ടി എടുക്കേണ്ട അവസ്ഥ എനിക്കിപ്പം. ഇതാകുമ്പോളേ തൊട്ടപ്പുറത്താണല്ലോ, വണ്ടി കൊടുത്തിട്ടപ്പോൾ നമുക്ക് പോകാമല്ലോ. അതുകൊണ്ട് നമ്മുടെ വണ്ടി അടിച്ച് ട്രെയിൻ പൊളിഞ്ഞെന്നോ? ഇന്ത്യൻ റെയിൽവേ കേസ് കൊടുത്തെന്നോ? പണിഞ്ഞു കൊടുക്കാന്ന് പറ. സ്റ്റീലല്ലേ ഇഷ്ടം പോലെ കിടക്കുന്നേ, അതും പണിഞ്ഞു കൊടുക്കാം. ആ ശരി. നിന്നെ തിരക്കുന്നതാ. വണ്ടി എടുക്കാനാണോ അതോ എടുത്ത ആളാണോ? എടുത്ത ആളാ. ടാറ്റാ ടാറ്റ. അറിഞ്ഞിട്ട പേരാ ടാറ്റ. പോയി. അണ്ണനും കൂടുതലൊന്നും പറയാനൊന്നും വേണ്ട. അണ്ണന് പിന്നെ റീസെയിൽ വാല്യൂ ഇല്ലല്ലോ. ടാറ്റയ്ക്ക് ഇല്ല. അണ്ണന് തീരെയില്ല. ടാറ്റയ്ക്കും ഇല്ല. രാമൻ വരുന്നു. ഇടിച്ചു കഴിഞ്ഞാൽ പ്രശ്നമോ? അയ്യോ, എനിക്കെന്തേലും പറ്റുന്നില്ലേ മാറ്റി നിർത്തിയ അല്ലയോ? നിനക്കെന്തേലും പറ്റുമെന്നും പറഞ്ഞ് മാറ്റി നിർത്തിയതല്ല, ഇടിച്ചാലേ അവനെന്തേലും പറ്റുമെന്നും പറഞ്ഞ് മാറ്റി നിർത്തിയതാ. മനസ്സിലായി. പപ്പടം വിൽക്കാൻ പോയിട്ട് അയ്യോ അല്ല വണ്ടി വിൽക്കാൻ പോയിട്ട് വരില്ലയോ? ഞങ്ങൾക്കേ സേഫ്റ്റിയിൽ എന്ന് പറഞ്ഞിട്ടല്ലയോ നീമാര് ഇത്രയെന്നാണ് ഞങ്ങളെ കളിയാക്കിയേ. അങ്ങോട്ടും നോക്കിയേ. ആ ഒരു കാര്യം വെച്ചോണ്ട് മാത്രമാ ഞങ്ങൾ ഇത്ര നാൾ പിടിച്ചു തന്നെ. അതിനകത്ത് നീ ആണിടിക്കാൻ വരുവാണോടാ? ഹലോ ഹലോ, നിങ്ങളുടെ കാറിന് 20 മൈലേജ് ഞാൻ പറഞ്ഞു കേട്ടോ. പക്ഷെ എനിക്ക് 35 കിട്ടുന്നുണ്ട്. പലർക്കും ഇവിടെ 10, 40, 50 മൈലേജ് കിട്ടുന്നുണ്ട്. അപ്പൊ ഇവിടെ 35 കിട്ടുന്നതാണ് പ്രശ്നം. കമ്പനി 20 പറഞ്ഞിട്ട് 35 കിട്ടുന്ന വലിയ കാര്യമല്ലേ അണ്ണാ? കിട്ടുന്ന എടുത്തിട്ട് പോണ. അണ്ണാ പ്ലാറ്റിനയുടെ എഞ്ചിനാണ് വെച്ചിരിക്കുന്ന വണ്ടിക്കകത്ത്. ഇനി എന്ത് നിന്റെ പ്രശ്നം? ഈ നമ്മുടെ എഞ്ചിന്റെ മണ്ടയ്ക്ക് ഇത്തിരി നോബ് പോവായിരുന്നു. എത്ര രൂപയാവും? ഓ അതിന് 30 രൂപ. 30 രൂപ. ശരി. അല്ല, എഞ്ചിന്റെ സൈഡിലെ വേറെ നോബ്, അതിന് എത്രയാവും? ഓ അതിന് 50 രൂപ ആവത്തുള്ളൂ. എന്റെ പൊന്നെണ്ണ, ആ പറക്കോട് ചന്തക്കിട്ട് ഇഷ്ടം പോലെ കിടക്കുന്ന അവിടെ കാണാൻ പോയി എടുക്കണ്ട. ശരി. കസ്റ്റമേഴ്സിന്റെ ഒരു കാര്യങ്ങള് സാധനം കിട്ടാനില്ലാഞ്ഞിട്ടൊന്നുമല്ല, സാധനം ഇഷ്ടം പോലെ ഏതെടുക്കുന്നത് സംശയം. അതുകൊണ്ടാ. അതൊക്കെ പോട്ടെ അണ്ണാ, എനിക്ക് വണ്ടിയുടെ ഒരു സൈഡ് മിറർ കിട്ടുമോ? 2 മാസം വെയിറ്റിംഗ് പീരീഡ്. 2 മാസം കഴിഞ്ഞ് കിട്ടുമോ? ഇല്ല, അന്നേരം പറഞ്ഞാൽ ഞാൻ എപ്പോ കിട്ടുമെന്ന്. എന്നാലേ ഞാൻ അങ്ങോട്ട് പോട്ടെ, കുറച്ച് തിരക്കുണ്ട്. എന്ത് ഇത്ര തിരക്ക്? ഓ എന്റെ കോൺസെൻട്രേഷൻ ഒന്ന് തെറ്റിയപ്പോഴത്തേക്ക് ആ ടാറ്റ പഞ്ച് ഉണ്ടല്ലോ ഞങ്ങളുടെ ഫ്രണ്ടിൽ ഇച്ചിരി ഞാൻ കയറി. ഞാൻ അങ്ങോട്ട് പോട്ടെ, ഇപ്പൊ മാറ്റി കൊടുക്കാം. പോയിട്ട് വരാം. ചേട്ടാ വണ്ടി കിട്ടിയില്ല ഇതുവരെ. വണ്ടി ഞങ്ങൾ തോന്നുമ്പോ തരും, നീ വേണമെങ്കിൽ വാങ്ങിച്ചാ മതി. വെച്ചിട്ട് പോടെ, എന്ത് പാടേ. ഈ അഹങ്കാരം കാരണം ഉണ്ടല്ലോ കഴിഞ്ഞ മാസത്തെ സെയില് ഇച്ചിരി ഇടിഞ്ഞിട്ടുണ്ട്. ഹലോ ചേട്ടാ, കാർ എടുത്ത് കഴിഞ്ഞ് ഡോർ തുറന്നപ്പോഴേ അകത്തൊരു TV ഇരിക്കുന്നു. നിങ്ങൾ തെറ്റി വല്ലതും വെച്ചതാണോ? അത് TV അല്ല, ഞങ്ങളുടെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ആണ്. താഴെ കാവി പൂരം. ഞാൻ 10 ലക്ഷം ഓടിയിട്ടുള്ളൂ. മിനിമം എനിക്കൊരു 20 ലക്ഷമെങ്കിലും ഓടണം. എന്നെ ഇവിടെ ഞാൻ പോട്ടെ. അവന്റെ എഞ്ചിൻ റിലയബിൾ ആയതിന്റെ അഹങ്കാരമാ. കണ്ട് പാടി. അതെന്നാ കുഞ്ഞ് ഒറ്റയ്ക്ക് ഇരിക്കുന്നേ? ഓ അവനെ ഇട്ടിട്ടെ അവന്റെ റിലേറ്റീവ്സ് എല്ലാം വെളിയിൽ പോയി. അവനിപ്പോ ഒറ്റയ്ക്കാ, അതിന്റെ വിഷമം. ഒറ്റയ്ക്ക് ഇന്ന് പൊരുതുവാ ചെറുക്കല്ലയോ? പിന്നെ അതെന്തോണ്ണാ ലെഫ്റ്റ് ഇരിക്കുന്നത്? അത് ബലേനോ. അപ്പൊ ഈ റൈറ്റ് ഇരിക്കണോ? ഗ്ലാൻസാ. അതെങ്ങനെ അറിയാൻ പറ്റുമോ? അത് മുദ്ര ശ്രദ്ധിക്കണം. മുദ്ര അതെന്താ മുദ്ര? എടാ ലോഗോ. ഒന്നിനകത്ത് സുസുക്കിയുടെ ലോഗോ, ഒന്നിനകത്ത് ടൊയോട്ടയുടെ ലോഗോ. അതാണ് വലിയ വ്യത്യാസമില്ല. ഇരട്ട വെച്ച പോലെ ഇരിക്കും. അയ്യോ, ഒരു പുള്ളിയുടെ വ്യത്യാസം മാത്രം. പിന്നല്ലേ പുതിയ വണ്ടിയൊക്കെ ഇറക്കിയെന്ന് അറിഞ്ഞ്. ഓ 1-2 ഇറക്കിയടി. നമ്മളെയും കൂടെ ഒക്കെ ഒന്ന് പരിഗണിക്കണേ. എന്നാലേ തന്നു വിചാരിക്കുക. എന്നാലേ ഞാൻ എടുത്തു എന്നങ്ങ് വിചാരിക്കുക. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന എല്ലാ കാറുകൾക്കും കാറുകളുടെ കുടുംബ സംഗമത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ മെയിൻ അജണ്ട ഇവിടുന്ന് പണ്ട് നാട് കടത്തിയ കുറച്ച് ആൾക്കാരെ നമ്മൾ തിരിച്ചെടുക്കുകയാണ്. കൂടാതെ കുറച്ച് പുതിയ ആളുകളെ നമ്മുടെ കുടുംബത്തിലേക്ക് നമ്മൾ ക്ഷണിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ EV ചെറുമക്കളെ ക്ഷണിക്കുന്നു. നമ്മൾ ഇതിലില്ല, കണ്ടുകൊണ്ട് മാത്രമേ. എന്തൊക്കെ പറഞ്ഞാലും EVയിൽ നമ്മളാണ് നമ്പർ 1. വഴി കിടക്കുന്നതിലായിരിക്കും നമ്പർ 1 അല്ലേ? EVയെ കുറിച്ച് പറയുന്നതിലേക്ക് എന്ത് അർഹതയാണ്? അപ്പൊ നമ്മുടെ ബെഡ ഐറ്റം ഇറങ്ങിയതൊന്നും നമ്മൾ കണ്ടില്ല. അങ്ങോട്ട് നോക്കിയേ, അങ്ങനെ അങ്ങനെ. എന്ത് സൈബർ ട്രക്കാ? അതെ, ഇന്ത്യൻ സൈബർ ട്രക്ക്. എന്റെ കറു കുഞ്ഞിന്റെ കാര്യത്തിൽ തീരുമാനമായി.
സൺറൂഫിലും ഡിസ്പ്ലേ ഇറക്കേണ്ടി വരും. ആദ്യം നീ ഒരു EV ഇറക്ക്, എന്നിട്ട് ഇരുന്ന് ചിരിക്കും കേട്ടല്ലോ. നീ എന്ത് കരുതി? നീ മനസ്സിൽ കണ്ടപ്പോളേ ഞാനങ്ങ് മാനത്ത് കണ്ട്. നമ്മുടെ ഐറ്റം ഒന്ന് നോക്ക്. അതിപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കാനേ ആർക്കും പറ്റും. അത് മാത്രല്ല, മെയിൻ ബ്രഹ്മാസ്ത്രം അപ്പുറത്തുണ്ട്. എപ്പടി ഇருக்கு? നിങ്ങളുടെ ഈ വലിയ അടിയുടെ ഇടയ്ക്ക് എൻ്റെ ചെറിയ കാറായ ആ ഗ്രാൻഡ് വിറ്റാന EV ഞാനൊന്ന് ഇറക്കുവാണേ. ചങ്കേ, നിനക്ക് എന്നോടൊരു വാക്ക് പറയായിരുന്നു, എന്നാലും കൂടെ നടന്നിട്ട് ഇത്ര നാള് പറയായിരുന്നു. അണ്ണ ഒന്ന് വെയിറ്റ് ചെയ്യ്, 2 മാസം കഴിയുമ്പോ എല്ലാം സെറ്റായി എല്ലാം. എന്തൊരു ന്യൂസ്. In the wake of Tesla's impending entry into India, there might be certain ramifications with regards to US's tariff policy as well as India's own EV policy. കോടിക്കണക്കിന് ഇൻവെസ്റ്റ് ചെയ്ത് ഞങ്ങൾ വെള്ളത്തിലാവൂ. നമ്മുടെ EV കാർ ഇറക്കുന്ന കാര്യം കുറച്ച് പതുക്കെ മതി കേട്ടോ. നമ്മുടെ അല്ലത്തെ കാറൊക്കെ അടിച്ചു പറക്കി ചവറ് പോലെ ഇറക്കി വിടണേ. എനിക്ക് വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല. പിന്നെ ഇന്ത്യ മുഴുവനായിട്ട് ആൾക്കാരെ കൊണ്ട് ഈ സൈബർ ട്രക്ക് എടുപ്പിക്കണം, അതാണ് ചെറിയൊരു ആഗ്രഹം. അത്രേ ഉള്ളൂ. ഞാനൊന്ന് പച്ച പിടിച്ച് വരുന്നേ ഉള്ളൂ. ഓ, അപ്പൊ കൊടുക്കാൻ താല്പര്യമില്ലല്ലേ? നമ്മുടെ അമ്മ പേരൊരുപോലെ, ടാറ്റ ടെസ്ല, ഏകദേശം സിമ്പിളും ഒരുപോലൊക്കെ തന്നെ. ഇങ്ങനെയുള്ള കൊടുക്കുന്നു. ഒരു പ്രശ്നമുണ്ടല്ലോ. എന്തുവാ? നിന്റെ തന്തയല്ല, എൻ്റെ തന്ത. അങ്ങനെയൊക്കെ ഉണ്ടല്ലേ? ഇങ്ങനെ അമേരിക്കയിൽ അങ്ങനെ ഇരുന്നാ പോരാ, എന്തോത്തിന് ഇങ്ങോട്ട് വരുവാ? നമ്മളെ ആ പേപ്പർ ചൈന കമ്പനിയെ പോലല്ല, നല്ല സൂപ്പറാ. ആരാ ചൈനയെ പറ്റി പറഞ്ഞത്? ഇത്രയും ചെറിയ അനൗൺസ്മെന്റ് നടത്തിയപ്പോ ഇത്ര വലിയ കുലുക്കാതെ ഏത് ചൈന കമ്പനിയാണ് അനൗൺസ്മെന്റ് ചെയ്തേ? ആരാടാ ഇവിടെ ചൈനയെ പറ്റി പറഞ്ഞത്? ഇനി ഇവിടൊക്കെ വല്ലതും നടക്കും, കളം മൂക്കും. ഞാനാ പറഞ്ഞ എന്താ? എന്നാ ഒന്ന് നീ കളിയാക്കടാ. ഓഹോ, ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ്. നീ ഇവിടെ വന്ന് നിൽക്കും. വാ. കണ്ട ചൈന കമ്പനിക്കാരെ കണ്ടൊന്നും പേടിക്കേണ്ട ആവശ്യം ഞങ്ങൾ ഇന്ത്യൻ കമ്പനിക്കാർക്കൊന്നും ഇല്ല. ആണോ? അത് ഞാൻ ആരെങ്കിലും അങ്ങനെ പറയുകയാണെങ്കിൽ അങ്ങനെ പറയാൻ പാടില്ലെന്ന് പറയാൻ വരുമായിരുന്നു. അണ്ണാണ് നാണമില്ല അണ്ണ ഈ ചൈന കമ്പനിയുടെ ഒക്കെ കാല് പിടിക്കാനൊക്കെ. എടാ കാല, ആ ബ്ലേഡ് ടെക്നോളജി ഇവന്മാരുടെ കയ്യിൽ മാത്രമേ ഉള്ളൂ. വേണമെങ്കിൽ നിനക്കും ആവശ്യം വരും, കാല് പിടിച്ചു പോകണം. അണ്ണോ 2 ദിവസം കഴിഞ്ഞ് മാറും. ഓ, അവൻ ഇംഗ്ലീഷ് പഠിക്കായിരിക്കില്ലയോ? ഇല്ല, നമ്മൾ ചൈന പഠിക്കും. ഇതെന്താ വേറെ ന്യൂസ്? വാഹന വിപണിയെ ഞെട്ടിച്ചുകൊണ്ടുള്ള ന്യൂസുകളാണ് തത്സമയം വന്നുകൊണ്ടിരിക്കുന്നത്. വിദേശ രാജ്യങ്ങളുടെ എല്ലാ EV വാഹനങ്ങളും ഇന്ത്യയിൽ ബാൻ ചെയ്തിരിക്കുന്നു. അല്ല, ഞാൻ ശതകോടീശ്വരൻ ഇലോൺ മസ്ക്. ഇറങ്ങടാ. ചൈനയൊന്നുമില്ല, ഞങ്ങള് കോടാലിയും കൊണ്ടുണ്ടാക്കണം.